താനൂരിലെ ആ കാര്യത്തിലേക്ക് നിങ്ങൾക്കറിയാം എന്താണെന്ന്. താനൂരിൽ നിന്ന് കാണാതായ +2 വിദ്യാർത്ഥികളെ 36 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിൽ കണ്ടെത്തി എന്നത് വളരെ ആശ്വാസകരമാണ് അല്ലെ. മുംബൈ CSMTയിൽ നിന്നുള്ള ചെന്നൈ എഗ്മോർ ട്രെയിനിൽ ലോണവാലയിൽ വെച്ചാണ് പുലർച്ചെ 2 മണിയോടെ ഇവരെ RPF കണ്ടെത്തിയത്. മുംബൈയിലെ ഒരു ബ്യൂട്ടി പാർലറിൽ നിന്ന് ലഭിച്ച ഇവരുടെ ദൃശ്യങ്ങളാണ് അന്വേഷണത്തിൽ നിർണായകമായത്. പിന്നീട് ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ നീക്കം വിജയം കണ്ടു. കുട്ടികളെ പുലർച്ചെ 3 മണിയോടെ പൂനെയിൽ RPF സ്റ്റേഷനിൽ എത്തിച്ചു. രാവിലെ താനൂർ പോലീസ് നാട്ടിൽ നിന്നെത്തിയ ശേഷം നടപടികൾ പൂർത്തിയാക്കി കുട്ടികളെ കൈമാറും. വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി കുട്ടികൾ മുംബൈയിലെ മലയാളി സന്നദ്ധ പ്രവർത്തകരോട് പറഞ്ഞു. രാഹുൽ KV വിശദാംശങ്ങളുമായി ചേരുന്നു. രാഹുൽ, ഈ 2 കുട്ടികളിൽ ഒരാളുടെ പിതാവിനൊപ്പമാണ് രാഹുൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് പിതാവിനും കുടുംബത്തിനും ഈ ഘട്ടത്തിൽ പറയാനുള്ളത് രാഹുൽ? മോത്തി, ഗുഡ് മോർണിംഗ്. വളരെ ആശ്വാസം തന്നെയാണ്. താനൂരിൽ നിന്ന് പോലീസ് സംഘം 6 മണിയോടുകൂടി പൂനെയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ എത്തിയതിനു ശേഷം RPF കുട്ടികളെ കൈമാറും. അതിനുശേഷമാണ് തിരികെ കൊണ്ടുവരിക. പറഞ്ഞതുപോലെ കുട്ടികളിൽ ഒരാളുടെ പിതാവ് എന്നോടൊപ്പമുണ്ട്. വളരെ ആശങ്കയുടെ നിമിഷങ്ങളിലൂടെയാണ് കടന്നുപോയിരുന്നത്. ശ്വാസം നേരെ വീണു അല്ലേ? കുട്ടികൾ സന്തോഷമുണ്ട്. കേരള പോലീസും മലയാളികളും എല്ലാവരും സഹകരിച്ച് നമ്മൾ കുട്ടികൾ കണ്ടെത്തി തന്ന വലിയ നന്ദിയുണ്ട് എല്ലാവരോടും. എത്ര മണിയോടുകൂടിയാണ് പോലീസ് ഇവരെ അറിയിക്കുന്നത് കണ്ടെത്തിയെന്നുള്ള? 2 മണിയോട് കൂടിയിട്ട് DYSP സാർ അറിയിച്ച്, പിന്നെ അജയ് സാർ, സ്പെഷ്യൽ ബ്രാഞ്ചിൽ അജയ് സാറൊക്കെ വിളിച്ചിരുന്നു. അവരെല്ലാവരും വിളിച്ച് കുട്ടിയെ കണ്ടെത്തിക്കണം. പോലീസ് ഇവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ട്. കുട്ടി ഞങ്ങൾക്ക് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് തിരിച്ചെത്തിച്ച് തരുന്നു ഒരു ഉറപ്പ് തന്നിട്ടുണ്ട്. കേരള പോലീസിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ആ വിശ്വാസം ഉറപ്പുവരുത്തി. എവിടെ വെച്ചാണ് കിട്ടിയെന്നൊക്കെ കൃത്യമായി അറിയിച്ചിരുന്നു? പൂനെ റെയിൽവേ എന്തോ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു. ഡോണോ എന്തോ റെയിൽവേ സ്റ്റേഷൻ, ലോണോവാല റെയിൽവേ സ്റ്റേഷൻ എന്നാണ് കണ്ടെത്തി. RPF ആണ് പിടിച്ചത്. പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞ് വീട്ടിൽ നിന്ന് പോയ കുട്ടിയല്ലേ? എന്താണ് ഇങ്ങനെ പോകാൻ കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമുക്കൊന്നുമില്ല. പക്ഷേ അവൾ ഈ മുടി സ്ട്രൈക്കും ചെയ്യിക്കുന്ന കാര്യത്തിലൊക്കെ നമ്മൾ കുറച്ചൊരു അലസത നമ്മൾ പറഞ്ഞ് സമ്മതം കൊടുക്കലില്ല. പിന്നെ ത്രെഡ് അയക്കലേയും. അപ്പോൾ അവൾക്ക് അങ്ങനെയുള്ളൊരു മോഡലിൻ്റെ ചെയ്യണം എന്നുള്ളൊരു താല്പര്യമുള്ള ആളാണ്. അപ്പോൾ അവൾ പോയിട്ട് ഇപ്പോൾ അവൾ ആദ്യം ചെയ്തിരിക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു എന്താ പറയുക, അവരൊരു ടൂറായിട്ട് പോയി എന്നുള്ളതാണ് നമ്മളൊക്കെ ബേജാറാക്കി കൊണ്ട് ചെയ്തത്. കണ്ണു നിറയേണ്ട കുട്ടികളെ കിട്ടിയല്ലോ, ആശ്വാസമായല്ലോ. അത് വലിയൊരു ആശ്വാസം തന്നെയാണ് എല്ലാവരും പാടെ കണ്ടെത്തി തന്നത്. ഞാൻ എല്ലാവർക്കും നന്ദി പറയണം. കാരണം കേരള പോലീസൊക്കെ അത്രയും അവർ ഡ്യൂട്ടി ടൈം കഴിഞ്ഞിട്ടും നമുക്ക് വേണ്ടിയിട്ട് അവർ അത്രയും പണിയെടുത്തിട്ട് ചെയ്തതെന്നാണ്. കാരണം ഉച്ചവരെ ഒരു പിടുത്തമില്ലേ, ഒരു CCTV ദൃശ്യം മാത്രമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ അവർ കണ്ടെത്തി തന്നല്ലോ. അവർ വളരെയധികം നന്ദിയുണ്ട് അവർക്ക് എല്ലാവർക്കും. ഇപ്പോൾ അവിടുന്ന് ഈ സന്നദ്ധ പ്രവർത്തകർ മലയാള സമാജത്തിൻ്റെയൊക്കെയും പോലീസുമായി ചോദിക്കുന്ന സമയത്ത് പറയുന്നത് വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, എന്നെ തിരിച്ചു വന്നാൽ വഴക്ക് പറയുന്നുള്ള പേടിയുണ്ട് എന്നൊക്കെ മക്കൾ പറഞ്ഞതാണ്. എന്താ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? ഒരു പ്രശ്നങ്ങളും ഇല്ല. അവർ വീടല്ല, അവർക്ക് എപ്പോഴും തിരിച്ചു അവർക്ക് വേണ്ടിയിട്ടല്ലോ നമ്മളെല്ലാവരും കഷ്ടപ്പെട്ടത്. അത് അവർ മനസ്സിൽ തെറ്റിദ്ധാരണ ആയിരിക്കും. അവർ വന്നാലും നമ്മൾ സ്വീകരിക്കാൻ തയ്യാറ് തന്നെയല്ലേ. വരും ചെയ്യണം. പോലീസുകാർ കൊണ്ടുവന്നേരാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ അവർക്കിപ്പോൾ പേടി ഉണ്ടാവും. ഇനി എന്തായിരിക്കും, നമ്മൾ സമ്മതം കൊടുക്കാത്ത കാര്യങ്ങളൊക്കെ അവർ ചെയ്തില്ല. അപ്പോൾ ഇനി എന്താവും എന്നുള്ളൊരു പേടി ഉണ്ടാവും. ഇന്നലെ രാത്രി സംസാരിച്ച് നമ്മൾ ഹാപ്പിയാണ്. പിന്നെ മലയാള സമാജനും മുസ്ലിം അസോസിയേഷൻ അവരൊക്കെ ഇടപെട്ട് മലയാള സമാജക്കാരൊക്കെ ഉണ്ട് അവിടെ. ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നു, വീഡിയോ കോൾ ചെയ്തിരുന്നു. ഈ ഹെയർ ട്രീറ്റ്മെന്റ് സ്ട്രൈറ്റൻ ചെയ്യണം അങ്ങനെയൊക്കെയാണോ വീട്ടിൽ പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്? അങ്ങനെയാണ് പലപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. ത്രെഡ് അയക്കുക, പിന്നെ ഫാൻസ് ഇടുക, അങ്ങനെയൊക്കെ ഉള്ളതാണ് അവൾക്ക് താല്പര്യം. അതിനൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് അവളും ഞാനും പാടുള്ളൊരു പ്രശ്നം എന്നുള്ളത്. പിന്നെ വേറെ ഒന്നും പ്രശ്നമായിട്ടൊന്നുമില്ല. അതിനപ്പുറം ഈ ഇടവണ്ണയിലുള്ളൊരു സുഹൃത്ത് Instagram വഴി പരിചയപ്പെട്ടു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെ വിവരങ്ങളൊക്കെ നമുക്ക് വീട്ടിലറിയാം? ഇല്ല, നമ്മളറിയില്ല. അപ്പോൾ പോലീസ് പറഞ്ഞപ്പോഴാണ് നമ്മൾ അറിയുന്നത്. പിന്നെ അവർ എന്തോ പിന്നെ ടെക്സ്റ്റൈൽസിലെ എന്തോ ആളാണ്. അവരങ്ങോട്ട് പർച്ചേസിന് പോയപ്പോൾ അവർ കൂടെ പോയി എന്നൊക്കെയാണ് നമ്മൾ അറിയാൻ കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ ഇതെന്ന് അറിയില്ല നമുക്ക്. ഇവിടുന്ന് ഇതുവരെ നമ്മളൊന്നും അങ്ങനെ കണ്ടെത്തിയിട്ടില്ല. 2 പേരുണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു തന്നെ. മറ്റേ ഒറ്റക്ക് പോകുകയാണെങ്കിലൊക്കെയാണ് നമ്മൾ പേടി. പോകുമ്പോൾ 2 സ്നേഹിതികളാണല്ലോ പോയിട്ടുള്ളത്. 2 പേരും കണ്ടെത്താനായിട്ട് വളരെ പരീക്ഷ എഴുതാൻ യൂണിഫോം ഒക്കെ പോയത്. അപ്പോൾ അവരിതുണ്ട്. പക്ഷേ അവർ വയ്യുന്ന ഡ്രസ്സ് എന്തോ മാറി അങ്ങനെയൊക്കെ ഉള്ളതാണ് നമുക്ക് കണ്ടെത്താൻ ബുദ്ധിമുട്ടായത്. അങ്ങോട്ടേക്ക് പോകണമെങ്കിൽ ട്രെയിൻ ടിക്കറ്റ് എടുക്കണം, ഡ്രസ്സ് പുതിയത് വാങ്ങി. ഇപ്പോൾ 10,000 രൂപയുടെ മറ്റാണ് സ്ട്രൈറ്റനിങ് ഒക്കെ ചെയ്യാൻ പോയിരുന്നത്. അങ്ങനെ പൈസയൊക്കെ കൊണ്ടുവരുന്നോ? ഇല്ല, പൈസ ഒന്നും അവളെ കയ്യിലില്ല. പക്ഷെ അവളെ എന്തോ ആഭരണം എന്തോ അവളെ കയ്യിലുണ്ട്. അതെന്തൊക്കെ ചെയ്തെന്ന് തോന്നുന്നു. ആണ്, അല്ലാതെ അവരുടെ കയ്യിലൊന്നും പൈസക്കുള്ള സാധ്യതയില്ല. അത് വിറ്റിട്ടുണ്ടാവുന്നതാണ് തോന്നുന്നത്. ഇതിനൊക്കെ എങ്ങനെ സമയം ഉണ്ടാക്കിയെന്നാണല്ലേ? അതാണ്, അങ്ങനെയെന്നറിയില്ല നമുക്ക്. ഇതിൽ വളരെ ആശ്വാസമായി, ശ്വാസം നേരെ വീണു. കുട്ടി പഠനത്തിലൊക്കെ എങ്ങനെ ഉണ്ടായി? കുഴപ്പമൊന്നുമില്ല. ഒരു മിഡിൽ ലെവലിലാണ്. ഓവറില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാത്ത രീതിയിലാണ് പോകുന്നത്. ഞങ്ങൾക്ക് തുടർ പഠനം വേണമെന്നൊക്കെ അവൾ പറഞ്ഞിരുന്നു. നോക്കിയിട്ട് ചെയ്യാം. വീട്ടിലേക്ക് വന്നാൽ ഉപ്പയോ ഉമ്മയോ വേറെ ആരെങ്കിലും വഴക്ക് പറഞ്ഞേക്കോ എന്നുള്ള പേടിയുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പം അങ്ങനെയൊന്നും ഉണ്ടാവില്ല? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇല്ല. അവർ വീടല്ല, അവർക്ക് വരല്ല. നമ്മൾ മക്കളല്ലേ, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. ഏതായാലും ഇങ്ങോട്ടേക്ക് എത്തിയാൽ മതി. അതാണ് ആശ്വാസം. ഇത് തന്നെയാണ് പിതാവിൻ്റെ പ്രതികരണവും കേട്ടല്ലോ. വളരെ ആശ്വാസമാണ്. കാരണം അങ്ങനെ 36 മണിക്കൂർ നീണ്ട തിരച്ചിലിനൊടുവിലാണ് അവരെ കണ്ടെത്തുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് പോലീസ് പോയിട്ടുണ്ട്. തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് കുടുംബം.
അച്ഛനമ്മ അടക്കമുള്ള കുടുംബം. ഒപ്പം തന്നെ ഈ എടവണ്ണ സ്വദേശി അവർക്കൊപ്പം ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ഒരു സുഹൃത്താണ്. അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും നിലവിൽ പുരോഗമിച്ചു വരികയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും. ശരി രാഹുൽ, ഏതായാലും വലിയ ആശ്വാസത്തിലാണ് കുടുംബമുള്ളത്. അതായത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ. ഈ കാലത്ത് പെൺകുട്ടികൾ പോയി എന്നൊക്കെ പറയുമ്പോൾ വീട്ടിലെ അമ്മയുടെയും അച്ഛൻ്റെയും ഒക്കെ ആദ്യം നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. തിരിച്ചെത്തത്തെ 36 മണിക്കൂർ ശേഷം അവരെ കണ്ടെത്തി എന്നത് വലിയ സന്തോഷം തരുന്നു നമ്മൾക്കൊക്കെയും. കണ്ടെത്താൻ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ അപ്പോഴും കുട്ടികളെ കിട്ടി എന്നതാണ് ഏറ്റവും പ്രാഥമികമായി.